ഇന്ന് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും വളരെയധികം ഡിബേറ്റ് അല്ലെങ്കിൽ വാദപ്രതിവാദം നടക്കുന്ന വിഷയമാണ് പോഷക സപ്ലിമെന്റുകൾ ഗുണമോ ദോഷമോ എന്നുള്ളത്. ഒട്ടേറെ ഹെൽത്ത് പ്രൊഫഷണൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പോഷക സപ്ലിമെന്റുകൾ കഴിക്കേണ്ട ആവശ്യമില്ല, അത് ദിവസേന ഭക്ഷണത്തിൽ നിന്ന് എല്ലാ പോഷകങ്ങളും കിട്ടുമെന്ന്. ഈ അടുത്തൊരു ഡോക്ടർ പറയുന്നത് കേട്ടു, കേരളീയ ഭക്ഷണത്തിൽ നിന്ന് എല്ലാ പോഷകങ്ങളും ലഭ്യമാണെന്ന്. എനിക്ക് ഇവരോടെല്ലാം സഹതാപമാണ് തോന്നാറ്. കാരണം ഇവരുടെ വാക്കുകൾ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇവർ പോഷക സപ്ലിമെന്റുകൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾ പോഷക സപ്ലിമെന്റുകൾ കഴിക്കാതിരിക്കുകയും അല്ലെങ്കിൽ കഴിക്കുന്നവർ അത് പിന്നീട് വാങ്ങാതിരിക്കുകയും ഇത് ഇവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇവർ ചെയ്യേണ്ടത് പോഷക സപ്ലിമെന്റുകൾ കഴിക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് പകരം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും അത് കഴിക്കാൻ പറ്റാത്ത പക്ഷം ദിവസേന കിട്ടേണ്ട പോഷകം കിട്ടുന്നില്ലെന്ന് ഉറപ്പു വന്നാൽ അതിനൊരു ബദൽ മാർഗം തേടുകയും അത് പോഷക സപ്ലിമെന്റുകളാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യുകയാണ് വേണ്ടത്. പോഷക സപ്ലിമെന്റുകൾ ആവശ്യമില്ല എന്ന അഡ്വൈസ് സ്വീകരിക്കാം, പക്ഷെ അത് സ്വീകരിക്കേണ്ടത് ദിവസേന ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രമായിരിക്കണം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് യഥാർത്ഥ പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. 1800-900 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്വന്തം കൃഷിയിടത്തിൽ കീടനാശിനിയോ കളനാശിനിയോ ഉപയോഗിക്കാതെ നിർമ്മിച്ചിട്ടുള്ള പച്ചക്കറികളോ പഴങ്ങളോ ഇവ ദിവസേന വിളവെടുത്ത് അത് ദിവസേന കഴിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ രീതിയിൽ പോഷകങ്ങൾ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന ജീവിതാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വാഹന പുക മലിനീകരണമോ അന്തരീക്ഷ പുക മലിനീകരണമോ അതല്ലെങ്കിൽ ഫ്രൈഡ് അത്തരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാത്തൊരവസ്ഥയിലാണ് ഇന്നൊരാളെങ്കിൽ അദ്ദേഹത്തിന് പോഷക സപ്ലിമെന്റുകൾ ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളതല്ല. പോഷകങ്ങൾ അല്ലെങ്കിൽ പോഷക സപ്ലിമെന്റുകൾ എന്ന് കേൾക്കുമ്പോൾ 7 കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 1. ഒരു ദിവസം കിട്ടേണ്ട പോഷകങ്ങൾ ശരീരത്തിൽ ലഭിച്ചില്ലെങ്കിൽ എന്ത് ദോഷമാണ് സംഭവിക്കുന്നത്? ഓരോ പോഷകങ്ങളും ശരീരത്തിൽ ചെയ്യുന്ന ധർമ്മമെന്ത്, പ്രാധാന്യമെന്ത് എന്ന് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2. ഒരു ദിവസം കിട്ടേണ്ട പോഷകങ്ങൾ തന്റെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 3. പോഷകങ്ങൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ബദൽ മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ പോഷക സപ്ലിമെന്റുകൾ സ്വീകരിക്കണോ എന്നുള്ളത്. 4. താൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പോഷകങ്ങളെക്കാൾ കൂടുതൽ തന്റെ ശരീരത്തിന് പോഷകം ആവശ്യമുണ്ടോ എന്നുള്ളത്. 5. പോഷകങ്ങൾ കൂടുതൽ പോഷകങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കണോ, അത് നല്ലതാണോ എന്നുള്ളത്. 6. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങൾ തന്റെ ശരീരത്തിന് അത് ആഗിരണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. 7. പോഷക സപ്ലിമെന്റുകൾ കൂടുതൽ കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. പോഷകങ്ങളുടെ പ്രാധാന്യമെന്ത്, അത് ശരീരത്തിന് ലഭിച്ചിട്ടില്ലെങ്കിലുള്ള ദോഷമെന്ത് എന്നതിനെ കുറിച്ച് നോക്കാം. പോഷകങ്ങൾ പ്രധാനമായും 2 തരമാണുള്ളത്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നിർബന്ധമായും വേണ്ടത്, കൂടുതൽ അളവിൽ വേണ്ടത്. ഒരു വാഹനം എടുത്തു നോക്കുകയാണെങ്കിൽ ആ വാഹനത്തെ പെട്രോളിനോട് നമുക്ക് മാക്രോ ന്യൂട്രിയൻസിനെ താരതമ്യം ചെയ്യാം. കാരണം പെട്രോൾ ഇല്ല നിങ്ങൾ വണ്ടി ഓടില്ല. അതുപോലെ തന്നെയാണ് ഇത്രയും ഈ മാക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ശരീരം അത് പ്രവർത്തനം നിലക്കും. ഇതിലൊന്നാണ് പ്രധാനപ്പെട്ടതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് 2 തരമുണ്ട്, നല്ലതും ചീത്തതുമുണ്ട്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ചീത്ത കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രധാനമായും വൈറ്റ് റൈസ്. ഇത് ഒരുപാട് കാലം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും, പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരും. എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് നല്ലത്, ഫൈബറും തവിടുകളെല്ലാം ഉള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഇത് നിങ്ങൾ കൂടുതൽ ഇതാണ് കഴിക്കുന്നതെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. 2. വെള്ളം. ശരീരത്തിൽ 70% വെള്ളമായതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ ഒരാളുടെ ശരീരത്തെ പ്രകൃതിക്കനുസരിച്ച് അദ്ദേഹം കുടിച്ചിരിക്കണം. ഇത് നിങ്ങളെ പല മാരകമായ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. 3. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടീൻ. ഒരാളുടെ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അതിന് ഇത്രയും ഗ്രാം പ്രോട്ടീൻ അദ്ദേഹം കഴിച്ചിരിക്കണം. 80 കിലോ ഉള്ള ഒരു വ്യക്തി 80 ഗ്രാം പ്രോട്ടീൻ ദിവസേന ശരീരത്തിന് വേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും നിങ്ങൾ ശരീരം നിർമ്മിച്ചിട്ടുള്ള കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ കോശങ്ങൾ നിർമ്മിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടുമാണ്.
അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പോഷകങ്ങൾ കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇത് നിങ്ങൾ ഭാവിയിൽ പല മാരകമായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാക്കും. നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് ഫാറ്റ്. ഫാറ്റും നല്ലതും ചീത്തതുമുണ്ട്, ഇത് നമുക്ക് അറിയാവുന്നതാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് മോശമായ ഫാറ്റാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നല്ല ഫാറ്റാണ്. ഇവിടെ നമുക്ക് വേണ്ടത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഇന്ന് പക്ഷേ നമ്മുടെ ജീവിതശൈലി മുഖേന ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, അൺഹെൽത്തി മോശമായ ഫാറ്റാണ് കഴിക്കുന്നത്. ഇതിനെ മാറ്റി നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ ഇന്ന് പല ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നീട് നമുക്ക് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതൊരു വാഹനത്തിലെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പ്രത്യേകമായി ഒന്നും പ്രകടിപ്പിക്കില്ല. ഒരു വാഹനത്തിലെ ഓയിൽ പോലെയാണ്. നിങ്ങൾക്കറിയാം, ഒരു വാഹനത്തിൽ ഓയിൽ കുറവാണെങ്കിൽ വണ്ടി എത്രയോ വർഷം ഓടും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് വണ്ടി സഡൻ പ്രശ്നമുണ്ടാക്കുകയും അത് നിങ്ങൾ വലിയൊരു എക്സ്പെൻസിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് മൈക്രോ ന്യൂട്രിയൻസ്. വൈറ്റമിൻസും മിനറൽസും ആണെന്നുള്ള 13 വൈറ്റമിൻസും 12 മിനറൽസും ആണ്. ഇവ നിങ്ങളുടെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ പോലും ശരീരം പ്രത്യേകമായി ഒന്നും കാണിക്കില്ല. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഇവക്കൂടെ കുറവുണ്ടായി കഴിഞ്ഞാൽ ഇത് പിന്നീട് മാരകമായ ജീവിതശൈലി രോഗങ്ങൾക്ക് നിങ്ങളെ തള്ളിവിടുകയും ചെയ്യും. പ്രധാനമായി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഗ്നീഷ്യം, സിങ്ക്. ഈ 2 മിനറൽസുകൾ ശരീരത്തിലുള്ള 300 എൻസൈമുകൾ, ടോട്ടൽ 75,000 എൻസൈമുകൾ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 300-ലധികം എൻസൈമുകളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ചില മിനറൽസുകളാണ് മഗ്നീഷ്യം, സിങ്കും. ഇത് ഭക്ഷണത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ എൻസൈമുടെ പ്രവർത്തനം നിലയ്ക്കുകയും ഇത് നിങ്ങളുടെ ബോഡിയുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ തകരാറാക്കുകയും ചെയ്യും. അതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നിങ്ങൾ ദിവസേന കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുകയും ഇത് മാരകമായ പല അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, അൽസിമേഴ്സ്, അതേപോലെ തന്നെ ഡിമെൻഷ്യ, ക്യാൻസർ എന്നീ അസുഖങ്ങളിലേക്ക് സാധ്യത വരുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി വൈറ്റമിൻ. പലപ്പോഴും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന ഹോമോസിസിൻ എന്ന അമിനോ ആസിഡിന്റെ അളവ് ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് ബി വൈറ്റമിൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബി വൈറ്റമിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ്. മനസ്സിലായിട്ടുണ്ടോ? മാർക്കറ്റിൽ വാങ്ങുന്ന പച്ചക്കറികളും പഴങ്ങളിൽ നിന്നും വേണ്ട രീതിയിൽ പോഷകങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ചില ആളുകൾ പറയുന്നത് ഓർഗാനിക് ആയിട്ട് വളർത്തുന്ന പച്ചക്കറികളും പഴങ്ങളും വാങ്ങിയാൽ പോരെ എന്നുള്ളതാണ്. ഈ അടുത്ത് കേരളത്തിൽ നടത്തിയ റിസർച്ചിൽ പറയുന്നത് ഓർഗാനിക് എന്ന് സർട്ടിഫൈ ചെയ്തു വരുന്ന പഴങ്ങളിലും പച്ചക്കറികളും 75% മാരകമായിട്ടുള്ള കീടനാശിനികൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, സ്വന്തം പുരയിടത്തിൽ വളക്കൂറുള്ള മണ്ണിൽ കൃഷി ചെയ്ത് കീടനാശിനിയോ കളനാശിനിയോ അടിക്കാതെ വളർത്തിയ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും വാങ്ങി കഴിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പോഷക സപ്ലിമെന്റുകൾ വാങ്ങിക്കഴിക്കുക. സാധാരണ ജനങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ചില പോഷകങ്ങൾ ഒരാളുടെ ശരീരത്തിനനുസരിച്ച് അവരുടെ ജീവിത രീതിക്കും ലൈഫ് സ്റ്റൈലിനും അനുസരിച്ച് കൂടുതൽ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ വൈറ്റമിൻ സിയുടെ അളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ 35% കൂടുതൽ പുക വലിക്കുന്നവർ, പുക ശ്വസിക്കുന്നവർ, അന്തരീക്ഷ മലിനീകരണത്തിൽ ജീവിക്കുന്നവർ ഇവർ കഴിച്ചിരിക്കണം. കാരണം സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇവർക്ക് കൂടുതലായതിനാൽ ഇവിടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ ഡാമേജ് കൂടുകയും അത് ശരീരത്തിൽ മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇതിനെ നിർവീര്യമാക്കാൻ നിങ്ങൾ കൂടുതൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ മഗ്നീഷ്യം. നിങ്ങൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുകയോ മാനസിക പിരിമുറുക്കോ അനുഭവിക്കുന്ന ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ സാധാരണ ആളുകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മഗ്നീഷ്യം കഴിക്കൽ നിർബന്ധമാണ്. കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പോഷകം കിട്ടുമോ എന്ന് നോക്കാം. തീർച്ചയായും നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പോഷകങ്ങൾ ലഭിക്കും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ പഴയ കാലങ്ങൾ കഴിച്ചിരുന്നതിനേക്കാൾ 3-4 ഇരട്ടി ഭക്ഷണം നിങ്ങൾ കഴിച്ചിരിക്കണം. പഴയ കാലങ്ങളിൽ, മുൻകാലങ്ങളിലെല്ലാം റൈസ് കൂടുതൽ കഴിച്ചു വരുന്നവരായിരുന്നു. അതും തന്നെ നല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കുത്തരികളായിരുന്നു ഇവരധികം കഴിച്ചിരുന്നത്.
അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പോഷകങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. അതിൽ അമിതമായി വരുന്ന കലോറികൾ ദിവസേനയുള്ള വർക്കിലൂടെ, ജോലിയിലൂടെ ആ കലോറി അവർ ബേൺ ചെയ്ത് കളഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പൊതുവെ നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം മൂലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ വ്യായാമം ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പഴയ കാലത്ത് അല്ലെങ്കിൽ കൂടുതൽ പോഷകം കിട്ടാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കലോറി കൂടുകയും അത് നിങ്ങൾക്ക് വേറെ പല രീതിയിലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തിലൂടെ വരുന്ന അമിത കലോറിയെ നിങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കി അത് ദിവസേന ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുകയോ ഏത് രീതിയിലെങ്കിലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ കലോറിയെ ബേൺ ചെയ്ത് കളയുകയും ചെയ്യണം. പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറിളക്കം സംഭവിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ഇവർക്ക് ലാക്ടേസ് എന്ന എൻസൈമിന്റെ കുറവാണ്. ജനിതകപരമായി എനിക്ക് ലാക്ടേസ് എൻസൈമിന് കുറവുണ്ടായതുകൊണ്ട് ഞാൻ പാലോ ഉൽപ്പന്നങ്ങളോ കഴിക്കാറില്ല. അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ ആക്കി മാറ്റാനുള്ള എൻസൈം എന്റെ ശരീരത്തിൽ ഇല്ലാത്തതിനാൽ ഞാൻ എത്ര ബീറ്റാ കരോട്ടിനുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇവിടെ ഞാൻ ഡയറക്റ്റ് വൈറ്റമിൻ എ കിട്ടാനുള്ള നോൺ വെജിറ്റേറിയൻ സോഴ്സാണ് സ്വീകരിക്കാറ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട്, നിങ്ങളുടെ കുടലിൽ നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറവാണെങ്കിൽ അവിടെ നിങ്ങൾ എത്ര ബി വൈറ്റമിൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിൽ ബി വൈറ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചായയുടെയും കോഫിയുടെയും കൂടെ പോഷക സംബന്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ചായയിലുള്ള ടാനിന് ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ ബൈൻഡ് ചെയ്ത് അതിന്റെ ആഗിരണത്തെ തടയുന്നു. ഇവിടെ നിങ്ങൾ പോഷക സംബന്ധമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ശരീരത്തിന് അത് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ആയുർവേദ പ്രകാരം പല ഭക്ഷണങ്ങളും വിരുദ്ധാഹാരമാണ്. ഇത് ഇന്ന് പറയുമ്പോൾ പലരും പുച്ഛിച്ച് തള്ളുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, 100 വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചത് കൊണ്ട് തന്നെ 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 6-7 പേർക്കും ഡയജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവരാണ്. ഇന്ത്യയിൽ 57% ഡയജസ്റ്റീവ് ഡിസീസുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ചില വൈറ്റമിൻസുകളുടെ അമിത ഉപയോഗം ശരീരത്തിന് ദോഷം ചെയ്യും. ഇതിൽ പ്രധാനമായും വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവയാണ്. ഇതിന് കാരണം ഇത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയതുകൊണ്ടാണ്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് നിങ്ങൾ കഴിക്കുന്ന അമിതമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് പുറത്തേക്ക് പുറന്തള്ളില്ല, അത് ശരീരത്തിൽ തന്നെ കുമിഞ്ഞുകൂടി ശരീരത്തിന് ദോഷം ചെയ്യും. എന്നാൽ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് അമിതമായി കഴിഞ്ഞാലും അത് യൂറിനിലൂടെ പാസ് ചെയ്തു പോകുന്നതിനാൽ ശരീരത്തിന് ദോഷം ചെയ്യില്ല. വൈറ്റമിൻ ഡി സ്കിന്ന്, എയർ, ബ്യൂട്ടി എന്നിവയ്ക്ക് പ്രധാനമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ഉപയോഗം അമിതമായിട്ടുണ്ട്. ഇത് ഇന്ന് പലപ്പോഴും സൈഡ് എഫക്റ്റ് വരുത്തി വെക്കുന്നുണ്ട്. ചിലരിൽ ജനിതകപരമായി തന്നെ ഈ വൈറ്റമിൻസ് കൂടുതൽ കാണാം. അതുകൊണ്ട് തന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ എന്നിവ കഴിക്കുന്നവർ അത് കഴിക്കുന്നതിന് മുമ്പ് അവരുടെ ബ്ലഡിൽ ഈ വൈറ്റമിൻസിന്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ വൈറ്റമിൻസ് കഴിക്കാൻ പാടുള്ളൂ. മറ്റൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, അതായത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ദിവസവും കഴിക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്നിടവിട്ട്, അതല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് വൈറ്റമിൻ കഴിക്കാം. അത് സേഫാണ്. ഒരു പോഷക സപ്ലിമെന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് $1 ബില്യൺ വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വളരുന്ന വ്യവസായത്തിൽ സംഭവിക്കുന്നത് പോലെ ഈ ഇൻഡസ്ട്രിയിലും ഗുണവും ദോഷവുമുണ്ട്. പോഷക സപ്ലിമെന്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകടം വരുത്തിയേക്കാം. കാരണം നിങ്ങളൊരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ആ മെഡിസിൻ കഴിച്ച് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഗുണം ലഭിക്കുന്നില്ലെങ്കിൽ ആ മെഡിസിൻ ഗുണമില്ല, അതിന് ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ പോഷക സപ്ലിമെന്റുകൾ നിങ്ങൾ കഴിക്കുന്നത് അസുഖം മാറാൻ വേണ്ടിയിട്ടല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം പോഷക സപ്ലിമെന്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം വരുത്തിയേക്കാം. കാരണം ഇന്ന് നിങ്ങൾ ഒരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ആ മെഡിസിൻ കഴിച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള ഫലം, അസുഖം മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ മരുന്നിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. എന്നാൽ നിങ്ങൾ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് അസുഖം മാറാൻ വേണ്ടിയിട്ടല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർഷങ്ങളോളം സപ്ലിമെന്റുകൾ കഴിച്ചതിന് ശേഷം അസുഖം വരുമ്പോൾ മാത്രമാണ് ഞാൻ അത്രയും കാലം കഴിച്ചിരുന്ന സപ്ലിമെന്റിന് ഗുണമില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലിമെന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നല്ല പോഷക സപ്ലിമെന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി.
ആ സപ്ലിമെന്റ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ സപ്ലിമെന്റ് കഴിക്കുന്നത് വർഷങ്ങളോളം നിങ്ങൾ കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് സപ്ലിമെന്റിലൂടെ പോഷകങ്ങൾ ലഭിക്കേണ്ടത്. രണ്ടാമത് അതിന്റെ എഫിക്കസി. ഏത് കാര്യത്തിനാണോ നിങ്ങളത് ഉപയോഗിക്കുന്നത് ആ പോഷകം അതിൻ്റെതായ ധർമ്മം ശരീരത്തിൽ ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള എഫിക്കസി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ പ്യൂരിറ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ ക്രെഡിബിലിറ്റി, അതേപോലെ തന്നെ കമ്പനിയുടെ മാനുഫാക്ചറിങ് പാക്കേജിംഗ് മെത്തേഡുകളാണ്. ഒരു നല്ല പോഷക സപ്ലിമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്യൂരിറ്റി നോക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് മെത്തേഡ്, പാക്കിംഗ് മെത്തേഡ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് പലരും ചെയ്യുന്നത് റോ മെറ്റീരിയൽ പൗഡറാക്കി അത് ക്യാപ്സൂളാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഷങ്ങളായി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. പിന്നീട് മറ്റൊരു മെത്തേഡാണ് വാട്ടർ എക്സ്ട്രാക്ഷൻ, ആൽക്കഹോൾ എക്സ്ട്രാക്ഷൻ, കെമിക്കൽ എക്സ്ട്രാക്ഷൻ. ഈ 3 എക്സ്ട്രാക്ഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലെ റെസിഡ്യൂകൾ പല ശരീരത്തിന് വേണ്ടാത്ത പല കാര്യങ്ങളും അതിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള ഉപയോഗം അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. പിന്നെ ഏറ്റവും നല്ല പ്യുവറസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡാണ്. ഇത് വളരെ സേഫ്റ്റിയാണ്. ഹൈയസ്റ്റ് പ്യുവറസ്റ്റ് എക്സ്ട്രാക്ഷൻ ആണ് കിട്ടുന്നത്. പ്രൊഡക്റ്റ് ആ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഹെൽത്ത് ശരീരത്തിന് സേഫാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് സേഫാണ്. ടോക്സിസിറ്റി ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് പാക്കിംഗ് മെത്തേഡാണ്. പാക്കിംഗ് പലപ്പോഴും ഇന്ന് ചെയ്യുന്നത് പല കമ്പനികളും ഉപയോഗിക്കുന്നത് അനിമൽ ജലാറ്റിനാണ് ക്യാപ്സൂളിൽ ഉപയോഗിക്കുന്നത്. ഈ അനിമൽ ജലാറ്റിൻ വർഷങ്ങളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ദോഷം ചെയ്യും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവില്ല ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ അത് ഭാവിയിൽ ദോഷം ചെയ്യും. പിന്നെ അത് കൂടാതെ ഇതിന്റെ പൊട്ടൻസി, ഇതിന്റെ എഫിക്കസി കുറവായിരിക്കും. ഈ പ്രൊഡക്റ്റിന്റെ പാക്കിംഗ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പാക്കിംഗ് പലപ്പോഴും ഈ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും അനിമൽ ജലാറ്റിനാണ്. പല കമ്പനികളും ഇന്ന് 90% കമ്പനികൾ ഉപയോഗിക്കുന്നത് അനിമൽ ജലാറ്റിനാണ്. അനിമൽ ജലാറ്റിൻ കംപ്ലീറ്റ്ലി ശരീരത്തിൽ ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് യൂസ് വർഷങ്ങളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ടായിരിക്കും. കൂടാതെ ഇതിന്റെ എഫിക്കസി കുറവായിരിക്കും. കൂടാതെ ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. കൂടുതൽ കാലം നിലനിൽക്കും. പക്ഷെ ആ പ്രൊഡക്റ്റിനുള്ള ക്വാളിറ്റി കുറവായിരിക്കും. പിന്നീട് മറ്റൊരു രീതിയാണ് വെജിറ്റബിൾ ജലാറ്റിൻ. വെജിറ്റബിൾ ജലാറ്റിന് ഇതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. പക്ഷേ ക്വാളിറ്റി നല്ല രീതിയിലായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകും ഈ വെജിറ്റബിൾ ജലാറ്റിൻ. കൂടാതെ അനിമൽ ജലാറ്റിൻ ക്യാപ്സൂളിനെക്കാട്ടിലും 10 മടങ്ങ് പൊട്ടൻസി, ഗുണം കൂടുതലായിരിക്കും വെജിറ്റബിൾ ജലാറ്റിൻ ക്യാപ്സൂളിന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് ഫില്ല് ക്യാപ്സൂളുകളുണ്ട്. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ ഈ ഒമേഗ 3 ഓയിൽ ടൈപ്പുള്ള ക്യാപ്സൂളുകൾ പോഷകങ്ങൾ വരുന്നത് പലപ്പോഴും ഹാർഡ് ജെൽ ക്യാപ്സൂളുകളാണ്. ഈ ഹാർഡ് ജെൽ ക്യാപ്സൂളുകളാണ് കൂടുതൽ എഫിക്കസി കൂടുതൽ ലിക്വിഡ് ഫിൽ ക്യാപ്സൂളുകളാണ്. പോഷകങ്ങളെക്കുറിച്ചും സപ്ലിമെന്റുകളെ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങളോ മറ്റും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ പോഷകങ്ങളെക്കുറിച്ചും സപ്ലിമെന്റുകളെ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടാം. താങ്ക് യു.